പവിത്ര ദിനരാത്രങ്ങൾ വിട പറയുകയാണ്. ഇനി പെരുന്നാൾ പൊലിമയിലാണ് അറബ് ലോകം. പ്രവാസ ലോകവും പെരുന്നാളിൻ്റെ ആഹ്ലാദം ഏറ്റുവാങ്ങുകയാണ്. ഈ സമയത്ത് പെരുന്നാൾ വേദികളിൽ സജീവമായ 2 പ്രവാസ പ്രതിഭകളെ പരിചയപ്പെടുക. ഒന്ന് UAE ഗായകൻ അഹമ്മദ് അൽ മുക്കാവി, മറ്റൊന്ന് പാക് ഗായിക സോമിയ ഖാൻ. വ്രതശുദ്ധിയുടെ രാപകലുകൾ താണ്ടി ഈദുൽ ഫിത്തർ വിരുന്നെത്തുകയാണ്. പെരുന്നാൾ പൊലിമകൾക്കായി പ്രവാസലോകം ഒരുങ്ങിക്കഴിഞ്ഞു. പെരുന്നാൾ പരിപാടിയുടെ തിരക്കിൽ മുങ്ങും മുമ്പേ 2 ഗായകരെ പരിചയപ്പെടാം. ഗൾഫ് മലയാളികളുടെ ഹൃദയം പാട്ടുപാടി കീഴടക്കിയ 2 വിദേശി ഗായകർ, UAE-കാരൻ അഹമ്മദ് അൽ മുഖാവിയും പാക് ഗായിക സോമിയ ഖാനും. وشد الطير وكبر وتهادى الروض من فرحتنا الكبرى وأكثر أي شيء في غداة العيد أهديه وأكثر أي شيء في غداة العيد ഇത് UAE-യുടെ പ്രിയ പാട്ടുകാരൻ അഹമ്മദ് അൽ മുഖാവി. ഗോത്രത്തനിമ നിറഞ്ഞ അറബ് ഗാനമാണ് പെരുന്നാൾ വേദികളിൽ പാടാൻ മുഖാവിക്കിഷ്ടം. അറബികൾക്ക് മാത്രമല്ല, മലയാളികൾക്ക് കൂടി പരിചിതമാണ് ഈ മുഖവും ശബ്ദവും. UAE-യിലും ഖത്തറിലും ബഹ്റൈനിലും മാത്രമല്ല, കേരളത്തിൽ വരെ എണ്ണമറ്റ പ്രോഗ്രാമുകളിൽ മുഖാവി പാടിക്കഴിഞ്ഞു. സംഗീതത്തിന് അതിർവരമ്പുകളില്ലെന്ന് പാട്ടുയാത്രകളിലൂടെ തെളിയിക്കുകയായിരുന്നു ഈ അറബ് പൗരൻ. അറബ് ഗാനങ്ങളും മാപ്പിളപ്പാട്ടും ചേർന്നതിന്റെ ഹൃദ്യമായ സങ്കലനം, അതാണ് മുഖാവി തെരഞ്ഞെടുത്ത പാട്ടിന്റെ വഴി. മലയാളി നെഞ്ചേറ്റിയ ചില പ്രണയാതുര ഗാനങ്ങളുണ്ട്. അതിന്റെ മലയാളി അറബ് താളലയം മുഖാവിയിലൂടെ പുറത്തു വരുമ്പോൾ ആരും അത്ഭുതപ്പെടും. جوابي تنلا بوبينك كن عندي قلبي تنلا بوبينك كن عندي قلبي تنلا يا إلهي يا مولاي أين عني حبيبي غاب أنت تعلم ما شكواي ولما عني غاب فوبينك كن عندي قلبي تنلا يا حبيبي لماذا البعد تعالى وارحم حالي تعالى نجدد حبا ഒരേ ഈണവും ഉള്ളടക്കവുമുള്ള ഇത്തരം 35ഓളം അറബ് മലയാളം പാട്ടുകളുണ്ട് മുഖാവിയുടെ ഉള്ളിൽ. ഇതൊക്കെയാണെങ്കിലും മുഖാവി സങ്കടത്തോടെ പറയും, ഈ മലയാളം വല്ലാത്തൊരു കടുപ്പം തന്നെയെന്ന്. എന്നിട്ടും വാക്കുകൾ ചേർത്തുപിടിച്ചുള്ള ആ യുദ്ധം തുടരുകയാണ് മുഖാവി. After that I said, okay, this is my first time, I will try. If I pass, okay. And I told the guy, I'm sorry if any mistake Malayali, so this is, because it's very difficult language actually. But when you sing the song, a little bit coming slowly, so you can easy, saying the lyrics or the word. So I start sing like 2 lines, which 1 line is my song, already I have this song. Another song is Malayali, the new one for me, and I sing 1 line. മലയാളി സുഹൃത്ത് അഷ്റഫ് മഞ്ചേരിയാണ് അറബ് മലയാള ഗാന സാധ്യതയിലേക്ക് മുഖാവിക്ക് വഴികാട്ടിയായത്. താജുദ്ദീൻ വടകര, ജൗഹർ പാലുവായി, ഈസാക്ക, ജാഫർ ഉൾപ്പെടെ പലരും ആവേശം നൽകി. മാപ്പിളപ്പാട്ടിന്റെയും അറബ് ഗാനങ്ങളുടെയും താളലയങ്ങൾ മുഖാവിയെ ആവേശം കൊള്ളിക്കുന്നു. മാപ്പിളപ്പാട്ടുകൾ മാത്രമല്ല, മലയാള സിനിമാ ഗാനങ്ങളിലും കൈവയ്ക്കാൻ മുഖാവി ശ്രമിക്കുന്നു. മലയാള ഉച്ചാരണത്തിന്റെ പിഴവുകൾ പൊറുക്കണമെന്ന് പറഞ്ഞാണ്
ഏതൊരു വേദിയിലും മുഖാവി പാട്ടുകൾ ആലപിക്കാറ്. അറബി മലയാളത്തിലുള്ള പടപ്പാട്ടുകളോടാണ് മുഖാവിക്ക് കൂടുതൽ പിരിശം. മലയാളത്തിന്റെ പടപ്പാട്ടുകളും കിസ്സപ്പാട്ടുകളും കൂടുതൽ കണ്ടെത്തണം. അവയെ അറബ് പാരമ്പര്യ ശീലുകളുമായി വിളക്കി ചേർക്കണം. ഇതാണ് മുഖാവി ലക്ഷ്യമിടുന്നത്. The music is world, the language of the world. So you cannot say this is the music only for Arabic or for the Indian or for English. Music is music. Some people also Arabic, they don't like to listen to too much Arabic song. They like to listen to English song. And some people from India, they like to listen to Arabic. I like in the Indian song, they have like the ragam, they calling ragam. This is the same. All the ragam same. Wamban marun dangal yanun kanette. മലയാളം ഒട്ടുമറിയാത്ത തനിക്ക് പ്രവാസ ലോകത്തെ പ്രിയപ്പെട്ട മലയാളികൾ പിന്തുണ നൽകുമെന്ന ശുഭാപ്തിയിലാണ് മുഖാവി. സ്നേഹിച്ചു സ്നേഹിച്ചു കുതിരും മുമ്പേനെ എന്നെ തനച്ചാക്കിയാകുമോ. മുഖാവിയെ പോലെ പ്രവാസ ലോകത്തെ പ്രമുഖ പാക് ഗായിക സോമിയ ഖാനും ഉറച്ചു വിശ്വസിക്കുന്നു സംഗീതത്തിന് അതിർവരമ്പുകളില്ലെന്ന്. ലാഹോറിലായിരുന്നു സോമിയയുടെ ജനനം. ഏറെക്കാലമായി ദുബൈയിലാണ് താമസം. ഇന്ത്യ പാക് സാംസ്കാരിക വേദികളിൽ ഏറെ സജീവം. പാകിസ്ഥാനിലും പ്രവാസ ലോകത്തുമായി പെരുന്നാൾ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സോമിയ ഖാൻ. ദുബൈ അൽഖൂസിലെ ഫ്ളാറ്റിൽ ആത്മീയ ഭാവം ഉൾക്കൊള്ളുന്ന പാട്ടിന്റെ അവസാനവട്ട റിഹേഴ്സൽ മുന്നേറുകയാണ്. जो सबके सोच से बाला है वही खुदा, है वही खुदा, है वही खुदा. कहो अल्लाह ही अल्लाह, कहो अल्लाह ही अल्लाह, कहो अल्लाह ही अल्लाह, कहो अल्लाह ही अल्लाह. എല്ലാത്തരം ആസ്വാദകരെയും മുന്നിൽ കണ്ടാണ് പെരുന്നാൾ പ്രോഗ്രാമിനുള്ള മറ്റു ഗാനങ്ങളും ചിട്ടപ്പെടുത്തുന്നത്. പാകിസ്ഥാനിലെ പെരുന്നാൾ ദിനങ്ങളുടെ സജീവത പ്രവാസ ലോകത്ത് കിട്ടാതെ പോകുന്നതിന്റെ സങ്കടമുണ്ട് സോമിയ ഖാന്റെ വാക്കുകളിൽ. आप सोच सकते हैं, आपको पता ही होगा, सेवियां ये तो स्पेशल होता है. सब लोग अपने घरों में से जो है सब लोग मिलके जो है सेवियां बनाते हैं, रिश्तेदार आते हैं, उसमें जो है स्वीट डिश में सबसे ज़्यादा लाइक की जाती है और मुझे पता है कि आप लोग भी आज ज़रूर बना रहे होंगे. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ അകൽച്ചയുടെ വിത്തുകൾ വിതയ്ക്കുന്നവരെ സർഗാത്മകത കൊണ്ട് പ്രതിരോധിക്കണമെന്ന് സോമിയ ഖാൻ പറയുന്നു. तुझे किस साँचे में ढाला है जो सबकी सोच से बाला है वही खुदा, है वही खुदा, है वही खुदा. कहो अल्लाह. വിശ്രുത ഇന്ത്യൻ സംഗീതജ്ഞർക്കൊപ്പം ചേർന്നുള്ള ഗാനാലാപനം, ഇതാണ് സോമിയ ഖാൻ സ്വപ്നം കാണുന്നത്. പ്രവാസ ലോകത്ത് ഒട്ടേറെ ഇന്ത്യക്കാരുണ്ട് സോമിയ ഖാന്റെ ആസ്വാദകരായി. ഇന്ത്യ പാക് സംഗീതത്തിന്റെ ഉള്ളകങ്ങളിൽ പൊഴിയുന്ന ആർദ്രഭാവം മനസ്സുകൾക്കിടയിൽ തീർത്ത മതിലുകൾ തകർക്കാൻ പര്യാപ്തമാണെന്നും ഈ ഗായിക ഉറച്ചു വിശ്വസിക്കുന്നു. और मैं ये बताना चाहती हूँ कि ये जितना भी लोग बोलते हैं जी पाकिस्तान में ये होता है, इंडिया में ये होता है, ऐसा कुछ भी नहीं है. पाकिस्तान और इंडिया हमेशा से एक है और हमेशा एक ही रहेगा. जो लोग इसमें जो है इख्तिलाफ पेश करते हैं और डालना चाहते हैं वो लोग ही हमेशा ख़त्म रहेंगे. हम सब मिलजुल के काम कर रहे हैं, हम लोग बहन भाई हैं और हमेशा रहेंगे. और कभी भी ये मत सोचिएगा हम लोग अलग हैं, हम लोग एक साथ हैं और हमेशा हम लोग मिल बांट के ही जो एक दूसरे के साथ मिलते हैं. और हमारे प्रोग्राम आप देखते हैं, आपके प्रोग्राम हम देखते हैं, इसी तरह ही रहेगा. സംഗീതം എവിടെയായാലും അതൊന്നു തന്നെയാണ്. അതിന്റെ സുഗമമായ പ്രവാഹത്തിൽ മനസ്സുകൾ തരളിതമാകും. അവിടെ ഭാഷ അപരിചിതമാകുന്നില്ല.
വെറുപ്പിന് സ്ഥാനമില്ല. സോമിയ ഖാനും അഹമ്മദ് അൽ മുഖാവിയും ഈ സന്ദേശം തന്നെയാണ് പെരുന്നാൾ വേദിയിൽ നമ്മോട് പറയുന്നത്. ഒത്തുചേരലിന്റെ പെരുന്നാൾ ദിനത്തിൽ മനസ്സുകളുടെ ശ്രുതിയും താളവും കൂടി ഒന്നുചേരട്ടെ.